നമസ്കാരം. ഞാൻ ന്യൂസ് 18 ഒരു ചാനൽ ചർച്ച കാണുകയുണ്ടായി. അതിൽ ആ അവതാരിക ആ നമുക്ക് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീപക് മരിച്ച ആസ്പദമാക്കിയ ആ സംഭവം അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പരമാവധി ആ അവതാരിക ആ ഷിഞ്ചിത എന്ന് പറയുന്ന ആ യുവതിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതിൽ രാഹുൽ ഈശ്വറായിട്ടുള്ള ഒരു സംസാരത്തിൽ രാഹുൽ ഈശ്വർ ഈ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ രാഹുൽ ഈശ്വർ സവാദ് എന്ന കേസിൽ സവാദിനെ അനുകൂലിച്ച് നിന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും അത് ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പറഞ്ഞത്? അതിൽ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി അതിൽ കണ്ടു. അവരും അത് അയാൾ മനഃപൂർവ്വമായി ചെയ്തത് എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദീപകിനെ അയാൾ അങ്ങനെയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ന്യൂസ് 18 ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ ദീപകിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. ദീപകിൻ്റെ സുഹൃത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് ദീപകിൻ്റെ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഇതിന് തുടരാൻ സാധിക്കില്ല, എനിക്കിതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ദീപകിൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് പോയി. അവിടെ ആ അവതാരിക നിങ്ങൾ പോയിക്കോ എന്നുള്ള രീതിയിൽ ഒരാളെ മരിച്ചതിന് ശേഷം അയാളെ പോഷിക്കുന്നതിൻ്റെ ഇത് എനിക്ക് വളരെയേറെ ഒരു ആശങ്കകരമായിരുന്നു. അതേസമയം ഹാഷ്മിയുടെ ഒരു ചർച്ച ഞാൻ കാണുകയുണ്ടായി. അതിൽ ഹാഷ്മി കറക്റ്റായിട്ട് ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ സ്ഥാപിച്ചെടുത്ത് കുറേ കാര്യങ്ങൾ സ്ഥാപിച്ചിട്ട് അതിൽ വന്നിരുന്ന സ്ത്രീ അഡ്വക്കേറ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ അവരൊക്കെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് കണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ വിക്ടിം മരിച്ചുപോയ ദീപകാണ്. അപ്പോൾ ദീപകിനെ അദ്ദേഹത്തിന് മരിച്ചിട്ടും അദ്ദേഹത്തിന് ക്രൂശിക്കുന്നത് ഒരു മാധ്യമധർമ്മത്തിന് ചേർന്നതാണോ എന്ന് ന്യൂസ് 18 പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് ഇതിന് ഈ സ്ത്രീയെ ഷിഞ്ചിത എന്ന സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കൽ അങ്ങനെ പറഞ്ഞ കുറേ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ഒരു സംശയം ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഇത്രയും ദിവസമായി ഷിഞ്ചിത എന്ന സ്ത്രീ അവരുടെ ഉള്ളിൽ തെളിവുണ്ടെങ്കിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിക്കാണ് അത് ദുരനുഭവപ്പെട്ടെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോ മുന്നിൽ വന്നിട്ടില്ല, ആ കണ്ടക്ടറോ മുന്നിൽ വന്നിട്ടില്ല, ഡ്രൈവറോ മുന്നിൽ വന്നിട്ടില്ല. ആ പെൺകുട്ടി ആ ഷിഞ്ചിത എന്ന് പറഞ്ഞ സ്ത്രീ വടകര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പറയുന്ന ഒരു പോലീസുകാരനെ പറ്റി അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്ന് വടകര പോലീസ് പറയുന്നു. ഈ വ്യക്തി ഷിഞ്ചിത എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിലെ ഒരു മെമ്പറാണ് എന്ന് പറഞ്ഞാൽ ഒരു അധികാര സ്ഥാനത്തിലിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊന്നും അധികം സമയമില്ല, എന്നിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഉത്തരമേ ഉള്ളൂ, അവർ ചെയ്തത് മനഃപൂർവ്വമായി ഒരാളെ പെടുത്താൻ ശ്രമിക്കുകയാണ്. അവരുടെ റീച്ചിന് അവരുടെ കണ്ടന്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ പല കണ്ടന്റുകൾക്ക് വേണ്ടി എടുക്കുന്നത്. ഒരാൾ ഒരു ബസ് കണ്ടക്ടർ തുപ്പുന്നത് അത് ലൈവായിട്ട് അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുന്നത് അത് ശരിയല്ല. പക്ഷെ എന്നാലും പറഞ്ഞാൽ അവർക്ക് ആ കണ്ടന്റിൻ്റെ റീച്ചാണ് അവർക്ക് ആവശ്യം. അതുപോലെ തന്നെ പല രീതിയിലും മിഠായി കഴിക്കുന്നതും ഒക്കെ കണ്ടന്റായിട്ട് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് ഈ ഷിജിത എന്ന് പറയുന്ന വ്യക്തി. ഒരു സൈക്യാട്രിക് കൗൺസിലർ എന്ന് പറയുന്ന ഈ സ്ത്രീ എന്താണ് സൈക്യാട്രിക് കൗൺസിലിംഗ് എന്നുള്ള കാര്യം പോലും ഇവർക്കറിയില്ല. നിങ്ങൾ കാരണം ഈ വീഡിയോ എടുത്ത് അയാൾ ട്രോമറ്റൈസ് ചെയ്തുകൊണ്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു സൈക്യാട്രിക് എന്ന് പറഞ്ഞ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതാണ്. ഒരു സൈക്യാട്രി ആണെങ്കിൽ ഡോക്ടറേറ്റാണ്, ഫിസിഷ്യനാണ്. പക്ഷെ ഇവർ ചെയ്യുന്നത് അതിൻ്റെ ബലത്തിൽ ഒരാളുടെ ഇങ്ങനെയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ ദീപകിൻ്റെ ഒരു കമ്പനി മുതലാളി അദ്ദേഹം കരയുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ട വീഡിയോയിൽ. കാരണം ആ എംപ്ലോയി ദീപകിന് അത്ര വിശ്വാസമായിരുന്നു. കാരണം അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അത്രയും താല്പര്യമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരും അദ്ദേഹം എങ്ങനെയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു മോശമായ അഭിപ്രായം ഇല്ലാത്തൊരു വ്യക്തി. സവാദിൻ്റെ കേസിലാണ്. സവാദിന് മുമ്പും ഇതിന് ശേഷം മോശമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കാര്യം ക്ലീനാണ്.
അങ്ങനെ ക്ലീനായ വ്യക്തി ഇതുപോലുള്ള സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഫ്രെയിം ചെയ്ത് ഇങ്ങനെയാണ് സ്ഥാപിച്ചെടുക്കുമ്പോൾ അയാളുടെ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ അതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ചെയ്തത് വളരെ ഒരാൾ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. പക്ഷെ ഇത് ചോദിക്കാൻ പലരും ഭയപ്പെടുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സ്ത്രീപക്ഷപാതം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ത്രീയെ ആക്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ മാറിപ്പോകുന്നു. പക്ഷെ ഒരു സ്ത്രീ ക്രിമിനൽ ആണെങ്കിൽ ഇത് മനുഷ്യാവകാശം നഷ്ടപ്പെട്ട ഒരാളുടെ വരുന്നത്. ഇതിൽ സ്ത്രീയും പുരുഷനൊന്നുമല്ല, ഇതിൽ സ്ത്രീയാണ് ക്രിമിനൽ, പുരുഷനാണ് വിക്ടിം. ഇതിലൊരു മനുഷ്യാവകാശത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സ്ത്രീപക്ഷം പുരുഷപക്ഷം എന്നുള്ള കാര്യത്തിനും കൂടിയല്ല. പക്ഷെ അത് നമ്മൾ ചോദിക്കേണ്ടത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു കാര്യങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നവർ, ആ സ്ത്രീക്ക് അനുകൂലിക്കുന്നവർ ആ രീതിയിലല്ല കാണേണ്ടത്. ഒരു മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമായിട്ട് ഇനി ഇങ്ങനെ ഒരു കാര്യം വേറൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ഒരു അസാമാന്യ ഒരു കാര്യമാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഒരു പുരുഷ പ്രതിനിധികൾ ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതൊരു ജെന്യൂൻ കേസായാൽ പോലും പ്രതികരിക്കാതെ വരും. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ക്യാമറ എടുത്തിട്ട് ഇതുപോലെ മറ്റൊരുടെ ഒരു പേഴ്സണൽ സ്പേസ് മൈൻഡ് ചെയ്യാതെ ക്യാമറ എടുത്തിറങ്ങുന്ന ഇതുപോലുള്ള എല്ലാ ഒരു വീഡിയോകളും നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബസ്സുകളിലും ട്രെയിനുകളിലും ഇതുപോലെ നമ്മുടെ പേഴ്സണൽ സ്പേസ് മറ്റൊരാളുടെ വീഡിയോയിലൂടെ പുറത്തേക്ക് കാണുന്നതല്ല. പക്ഷെ അതിനൊപ്പം തന്നെ എന്താ പറയുക, ഇതുപോലുള്ള എന്തെങ്കിലും ക്രൈം നടക്കുകയാണെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ വേണം. പക്ഷെ അത് ഒരു സോഷ്യൽ മീഡിയയിലല്ല അത് റിലീസ് ചെയ്യേണ്ടത്. അത് നേരെ പോലീസിന് കൊടുക്കുക, എവിഡൻസ് കൊടുക്കുക. നമ്മുടെ എവിഡൻസിന് വേണ്ടി അത് ഉപയോഗിക്കുക ക്യാമറ ദൃശ്യങ്ങൾ. ഒരിക്കലും പുറത്തുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കരുതെന്ന് പ്രത്യാശിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇത് നടക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ സ്ത്രീക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ വാദിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.